അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ. മാറാവ്യാധി രോഗത്തെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. നമുക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കട്ടോ. അപ്പോൾ നമുക്കിന്ന് ചട്ടിപ്പത്തിരി ഉണ്ടാക്കട്ടോ. നോമ്പറക്കാൻ നമുക്കിന്ന് ചട്ടിപ്പത്തിരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതും എത്ര സാധനങ്ങൾ ആവശ്യമുള്ളൂ വെച്ചാൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കി. ഇതെല്ലാവർക്കും അറിയണത് തന്നെയാണ് സംഭവം. അപ്പോൾ ഞാൻ ഇതിലേക്ക് 3 മീഡിയം സൈസ് വലിയ ഉള്ളിനെ എടുത്തിട്ടുണ്ട്, 2-3 പച്ചമുളക്, ഒരു പിടി ചപ്പും പുതിന, പിന്നെ ബീഫ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. ബീഫൊക്കെ വേവിച്ച് റെഡിയാക്കി വെച്ചതാണ്. പിന്നെ അതിലേക്കുള്ള പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മൈദപ്പൊടി എടുത്താണ് ഞാൻ അങ്ങനെ കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 8-9 പിന്നെ പത്തിരി മതി കേട്ടോ നമുക്ക്. അതിനുള്ള പൊടിയാണിത്. അപ്പം ഞാൻ അങ്ങനെ ഉരുളകളാക്കി വെച്ചിട്ടുണ്ട്. ഒരു 9 ഉരുള ഞാൻ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നമുക്ക് ഓരോന്നും പരത്തിയെടുക്കട്ടെ. ആദ്യം ചെറുതാക്കി ഇങ്ങനെ ഓരോ വട്ട് രൂപത്തിൽ ഇങ്ങോട്ട് പരത്തിയെടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഒരു 4-5 വെച്ചാണ്ട് ഒന്നിച്ച് വെച്ചാണ്ട് പരത്തിയെടുക്കട്ടോ. നമ്മളെ മറ്റേ നോമ്പിനൊക്കെ എണ്ണയിലിട്ട് പൊരിക്കണ കടിനെക്കാട്ടിയും ഏറ്റവും നല്ലതാണ്. ഇതിലധികം എണ്ണ ഇതൊന്നും ആവില്ലേനും, എന്നാലും തിന്നാൻ നല്ല ടേസ്റ്റുമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ളൊരു പരിഹാരം. പിന്നെ ഒറ്റയടിക്ക് പണിയും ചെയ്യുമല്ലോ. നമ്മളിങ്ങനെ മറ്റൊക്കെ പൊരിക്കാൻ നിൽക്കുമ്പോൾ ഓരോന്നോരോന്ന് എണ്ണയിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കുന്ന നേരം കൊണ്ട് നമ്മളിത് ഒറ്റയടിക്ക് പണി ചെയ്യും നമ്മളത്. അപ്പോൾ ഇതിങ്ങനെ ഞാൻ ഇതിങ്ങനെ ഓരോ വട്ടിൻ്റെ രൂപത്തിൽ ആദ്യത്തൊക്കെ ഈ 9 ഉരുളകളും ഞാൻ അങ്ങനെ പരത്തി വെക്കുക കേട്ടോ. അതിൻ്റെ ശേഷമാണ് നമുക്ക് പിന്നെ ഒന്നിച്ച് പരത്താറുള്ളത് കേട്ടോ. ചട്ടിപ്പത്തിരി ഇഷ്ടപ്പെടാത്തവരാരും ഉണ്ടാവില്ല. എരിവും പിന്നെ ചിക്കനും ബീഫൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ഇതിൻ്റെ മേലെ കുറച്ച് ഓയിൽ ഇങ്ങനെ പരത്തി കൊടുക്കുക കേട്ടോ. എന്നിട്ട് കുറച്ചിങ്ങനെ പൊടി ഇങ്ങനെ തൂവി കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഓരോ പത്തിരികൾ ഇങ്ങനെ പരത്തിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഓരോന്നോരോന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം ഇനി ഇതിൻ്റെ മേലെ കുറച്ച് ഇങ്ങനെ പൊടി തൂവിയതിന് ശേഷം ഒരു പത്തിരി ഇട്ട് കൊടുത്ത് ഇനിയും പഴയ മാതിരി തന്നെ നമ്മൾ ഓയിൽ ഇതിന്മേൽ ഇങ്ങനെ എല്ലാ ഭാഗത്തും തട്ടണമായിരുന്നു പരത്തി കൊടുക്കട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത മാതിരി തന്നെ പൊടി കുറച്ച് മേലെ തൂവി കൊടുത്തതിന് ശേഷം പിന്നെ ഇങ്ങനെ എടുത്തുക. നമ്മളെ ഇഷ്ടത്തിന് എത്ര പത്തിരിയാണോ വെക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് ചെയ്യട്ടോ. ഞാനിപ്പോൾ 1-ൽ 4 വെക്കുന്നുണ്ട്, 1-ൽ 5 വെക്കും. അങ്ങനെ 2 ഇതായിട്ടാട്ടോ ഞാൻ പരത്തിയെടുക്കണത്. ഇതിങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളിത് ചുട്ടെടുക്കുന്ന സമയത്ത് നമുക്ക് ചട്ടിയിൽ നിന്ന് തന്നെ ഇതിങ്ങനെ ഓരോന്ന് വേറെടുത്തെടുക്കാൻ വേണ്ടിയിട്ടാട്ടോ. എന്നാൽ പിന്നെ പത്തിരി കനലില്ലാതെ നമുക്ക് കിട്ടും ചെയ്യും. നമ്മളെങ്ങനെ ആയാലും സെപ്പറേറ്റ് ഇങ്ങനെ പരത്തി കഴിഞ്ഞാൽ എത്രയായാലും പത്തിരി കനം ഉണ്ടാവും കേട്ടോ. ഇതിങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് പത്തിരി കനലില്ലാതെ ഓരോന്നും പരത്തിയെടുക്കട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി ഇത് നമ്മൾ പരത്തിയെടുക്കട്ടെ കേട്ടോ. ഇതെല്ലാതും കൂടെ ഇങ്ങനെ ഒരുമിച്ച് പരത്തുമ്പോൾ നമുക്ക് കനലില്ലാത്ത പത്തിരി ആയി കിട്ടും കേട്ടോ. നമ്മളെ പാത്രത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ച് നമുക്കിത് പരത്തിയെടുത്താൽ മതി. ഇനി പാത്രത്തിലെടുക്കട്ടെ. അടുത്തത് നമുക്ക് ഇതേമാതിരി തന്നെ നമുക്ക് ചെയ്തെടുക്കട്ടോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. പോരായ്മകളും തെറ്റുകളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ എല്ലാവരും അങ്ങ് ക്ഷമിക്കുക. പിന്നെ നമ്മൾ റമദാൻ ഇന്ന് 20 ഇനി 10 നോമ്പും കൂടെ നമുക്കുള്ളൂ. ഇതുവരെ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും പ്രയാസങ്ങളൊന്നും ഇല്ലാതെ പടച്ചോന് 20 നോമ്പും എത്തിച്ചിട്ടുണ്ട്. ഇതേമാതിരി 10 നോമ്പും പടച്ചോൻ നമുക്ക് എത്തിച്ചേരട്ടല്ലേ. രോഗങ്ങളെ തൊട്ടും പടച്ചോൻ അപകട മരണങ്ങളെ തൊട്ടും വിഷമം വേജാറുകളെ തൊട്ടും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടും പ്രയാസവും ജോലി പ്രയാസവും എല്ലാതും പടച്ചോൻ എല്ലാവർക്കും റമദാൻ്റെ അക്കൗണ്ട് തീർത്ത് തരട്ടല്ലേ. നമ്മളിതേമാതിരി നോമ്പ് നോറ്റ് റാത്തോടെ പെരുന്നാളും ആഘോഷിക്കാനുള്ള തൗഫീഖ് അല്ലാഹ് നമുക്ക് തരട്ടെ. അത് കഴിയുമ്പോഴത്തേക്കും നമ്മളെ മക്കളെ മദ്രസ തുറക്കലും അപ്പോൾ സ്കൂൾ പൂട്ടലാണ് ഈ പ്രാവശ്യം വരുന്നത്. നമ്മൾ നോമ്പ് കഴിയലോട് കൂടിയിട്ടാണ് സ്കൂൾ പൂട്ടുന്നത്. അപ്പോൾ മദ്രസ ഉണ്ടാവും. സ്കൂളിൻ്റെ ഇതിന് വേണ്ടിയിട്ട് ഇനി 10 ദിവസമായിട്ട് പൂട്ടുമെന്ന് അറിയില്ല. അമ്മമാർക്കൊക്കെ കുട്ടികൾക്കൊക്കെ പോകാൻ ഉണ്ടാവുമല്ലോ, ഇനി അങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല.
ഏതായാലും നമ്മളെ പത്തിരിയൊക്കെ പരത്തൽ കഴിഞ്ഞ് ഇനി നമുക്കിതിങ്ങനെ ഓരോ ഭാഗം ഇങ്ങനെ ചുടുന്നതിനനുസരിച്ച് ഇങ്ങനെ പൊളിച്ചെടുക്കട്ടോ. അപ്പോൾ അധികം ഇങ്ങനെ വല്ലാതെ വേവിക്കേണ്ട ആവശ്യമില്ല, ഒന്നിങ്ങനെ നല്ല ചൂടായി വന്നാൽ മതി കേട്ടോ. അപ്പം ഇങ്ങനെ വിടർന്ന് ഇങ്ങനെ വരും തലപ്പ്. അപ്പോൾ നമുക്ക് ആ തലപ്പ് ഭാഗം ഇങ്ങനെ പിടിച്ച് പൊന്തിച്ച് കൊടുക്കാം. അപ്പോൾ ഒന്ന് കിട്ടിയിട്ടാ. അപ്പം ഇനി ഈ ഭാഗം നമ്മളിങ്ങനെ പിടിച്ച് നല്ല ചൂടാട്ടാ. അടുപ്പത്തു നിന്ന് ഇങ്ങനെ ആവി കയറുന്നതിനനുസരിച്ചല്ലേ നമ്മളിത് പൊളിച്ചെടുക്കണത്. അപ്പം നമുക്ക് കനമില്ലാത്ത പത്തിരി ഇങ്ങനെ ഈ ചൂടോടൊക്കെ ചട്ടിയിൽ നിന്ന് തന്നെ ഇങ്ങനെ എടുക്കുമ്പോൾ ഒരൊറ്റ പത്തിരിക്ക് കേട് പറ്റാതെ പിന്നെ മുരുമുരുപ്പൊന്നും ഇല്ലാതെ നല്ല സോഫ്റ്റ് പത്തിരി നമുക്ക് എടുക്കട്ടോ. നമ്മൾ ചുട്ട് കഴിഞ്ഞതിന് ശേഷം വേറെടുത്തുമ്പോൾ പിന്നെ ചിലത് കീറും. ഇതിങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരൊറ്റ പത്തിരിക്ക് കേട് പറ്റാതെ നമുക്ക് ഓരോന്നും എടുത്തെടുക്കട്ടോ. എന്നാൽ നമുക്ക് ഓരോന്ന് ചുട്ടെടുക്കുന്ന ടൈം വേണ്ടേ. പത്തിരി നല്ല സോഫ്റ്റായിട്ടുണ്ടാവും. ഇതിൽ 2 പത്തിരി ഉണ്ട് കേട്ടോ. ഞാൻ വേറെടുത്തും പിന്നെ ചൂടോടൊക്കെ കിട്ടിയപ്പോൾ അങ്ങനെ എടുത്താണ്. നമുക്കത് ഓരോന്നും വേറെടുത്തെടുക്കട്ടോ. നല്ല ചൂടാട്ടോ, തൊടാൻ പറ്റണില്ല. അപ്പോൾ അതും വേറെടുത്തിഞ്ഞ് ഒന്നും കൂടെ ഇതിൽ നിന്ന് വേറെടുത്താണ്ട് കേട്ടോ. അപ്പം നമ്മൾ എല്ലാ പത്തിരിയും ഇതുപോലെ ചുട്ട് കഴിഞ്ഞിട്ടാണ് നമുക്ക് നമ്മൾ മസാലക്കൂട്ടൊന്ന് റെഡിയാക്കാണ്ട് കേട്ടോ. ഞാൻ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കട്ടോ. ഓയിലല്ല, ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. അധികം വെളിച്ചെണ്ണ ഒന്നും ആവശ്യമില്ല കേട്ടോ. അതൊന്ന് വഴണ്ട് വന്നാൽ മതി. പിന്നെ ബീഫൊക്കെ നമ്മൾ വേവിച്ച് റെഡിയാക്കി വെച്ചതാണ് കേട്ടോ. കുറച്ച് വേപ്പിൻ്റെ ഇല ഞാൻ ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ഈ 3 വലിയ ഉള്ളി ഇങ്ങനെ ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റി കൊടുക്കട്ടോ. നല്ലൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് വാടി വരട്ടെ. ഒരു കണ്ണാടി രൂപമായി വരുമ്പോൾ ബാക്കിയുള്ള മസാലകളൊക്കെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ. ഓവർ മസാലകളൊന്നും വേണ്ട കേട്ടോ. പിന്നെ നമ്മളിത് വേവിക്കുമ്പോൾ ആവിക്ക് ഒന്നും കൂടെ വേവുമല്ലോ. നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള മസാലകളൊക്കെ ഇട്ട് കൊടുക്കണം. ഞാൻ കുറച്ച് ഇഞ്ചും വെളുത്തുള്ളിയും ചതച്ചതാണ് ആദ്യം ഇട്ട് കൊടുത്തത്. പിന്നെ പച്ചമുളക് കട്ട് ചെയ്തതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചപ്പും പൊതിന കേട്ടോ. നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാലയുടെ പൊടി, ഇതൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. കുറച്ച് കുരുമുളക് പൊടിയാണ് ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുത്തത്. കുറച്ച് നമുക്ക് ഗരം മസാലയുടെ പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നമുക്ക് ആവശ്യത്തിലുള്ള എല്ലാതും ഇട്ട് കഴിഞ്ഞ് നമുക്ക് നമ്മൾ ബീഫ് കട്ട് ചെയ്തിട്ടുണ്ടല്ലോ, അത് നല്ല ഞാൻ ഇങ്ങനെ പിച്ച് പിച്ച് വെച്ചതായിരുന്നു കേട്ടോ. ഉപ്പൊക്കെ ഇട്ട് പാകത്തിനാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പത്തിരിയാക്കിയിട്ട് നമുക്കിതിലേക്ക് 2 കോഴിമുട്ട കേട്ടോ ഞാൻ പൊട്ടിച്ചിട്ടുള്ള. അതിൽ കുറച്ച് കുരുമുളക് പൊടിയും നുള്ളു ഉപ്പും കൂടെ ഇട്ടാണ് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. ഉപ്പൊക്കെ എല്ലാ ഭാഗത്തും ആയി. ഞാൻ ഈ പത്തിരി ഇതിലേക്ക് അതിൻ്റെ മുന്നായിട്ട് ഞാൻ ഇതിലേക്ക് ഈ പാത്രത്തിൽ നല്ല വെളിച്ചെണ്ണ പരറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഓരോ പത്തിരിയും നമുക്കിതിങ്ങനെ ഇതിൽ മുക്കിയാണ്ട് മുളയിൽ മുക്കിയാണ്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. പിന്നെ കൂട്ടുകൾ ഓരോ പത്തിരിയും വെച്ചതിന് ശേഷം ഇങ്ങനെ ഓരോ ഇതിലും ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെ എല്ലാതും നമുക്ക് ഇതേമാതിരി തന്നെ ചെയ്ത് വെച്ച് കൊടുക്കണം കേട്ടോ. കനമില്ലാത്ത പത്തിരി കേട്ടോ. ഇങ്ങനെ ചുട്ടെടുത്തുകൊണ്ട് നമുക്ക് നല്ല ഉഷാറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരൊറ്റ പത്തിരി കീറാതെ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. സോഫ്റ്റായ പത്തിരിയാണ്. നമ്മൾ അധികം മുരിക്കാനൊന്നും അതിന് അതും വരുത്തിയിട്ടില്ല. നമുക്ക് എപ്പോഴും ഈ എണ്ണക്കടി ഉണ്ടാക്കണക്കാടി നല്ലത് ഇങ്ങനത്തെ. ബാക്കിയുള്ള മുട്ട ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ചപ്പും പൊതിനും കൂടെ മേലെ വെറുതെ ഒന്ന് രസത്തിന് വേണ്ടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കത് മൂടി വെച്ചാണ്ട് എന്താ ഒരു തട്ടടിയിൽ വെച്ച് കൊടുത്തിട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കണം. ഒരു അരമണിക്കൂർ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇത് നമുക്കത് വെന്ത് സെറ്റായി വരും കേട്ടോ. അപ്പോൾ നമ്മളെ സാധനമൊക്കെ സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ ഞാനിങ്ങനെ ഇതിലേക്ക് ഒരു ഫ്രൈ പാനിലേക്ക് കവുത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മേൽഭാഗം ഒന്ന് മുരിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് പണി സാധനങ്ങൾ ഒരുക്കേണ്ട നേരമുള്ളൂ. പിന്നെ അത് അടുപ്പത്തിരുന്നാൽ പിന്നെ അവിടെ നിന്ന് വെന്തോളുമല്ല. അപ്പോൾ നമ്മളെ ചട്ടിപ്പത്തിരി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്.
നമുക്കൊരു പീസ് കട്ട് ചെയ്ത് നോക്കട്ടെ. ഏത് ഇഷ്ടപ്പെടാത്തവർക്കും ഇഷ്ടപ്പെടുന്ന പലഹാരമാണ് ചട്ടിപ്പത്തിരി അല്ലേ. അതിന് എന്നാൽ വലിയ പണിയൊന്നും ഇല്ലയാണ്, എണ്ണൻ്റെയും പ്രശ്നമില്ല. ഇത് നമുക്ക് മുട്ട വെച്ചിട്ടും പച്ചക്കറി വെച്ചിട്ടൊക്കെ ഉണ്ടാക്കട്ടെ. പക്ഷേ എല്ലാവർക്കും ഇഷ്ടമായി ഇറച്ചി കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. ഇത് ഞാൻ ഒരു പീസ് പൊന്തിച്ച് കാണിച്ചു തരട്ടെ. നല്ല ലെയറായിട്ടുണ്ട്. പിന്നെ എല്ലാത്തിലും നല്ല മസാലക്കൂട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കി, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ എല്ലാവരോടും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അസ്സലാമു അലൈക്കും.